ഇന്ത്യയുടെ അഭിമാനമായ SU-30 MKI യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ മൂലസ്തംഭം എന്ന് പറയാം. ഈ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ സ്പെയിനിലേക്ക് ചെന്ന് ഒരു അതിശയകരമായ കാര്യമാണ് ചെയ്തത്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ സ്പെയിനിലേക്ക് എന്തിനാണ് പോയത്? ഇതിനുള്ള ഉത്തരം ചിലർക്കറിയാമായിരിക്കാം, എന്നാൽ പലർക്കും അറിയില്ലായിരിക്കാം. സ്പെയിനിൽ ഒരു വലിയ അന്താരാഷ്ട്ര സൈനിക അഭ്യാസം നടക്കുകയാണ്. 5 രാജ്യങ്ങൾ ഉൾപ്പെടെ 50-ലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലനമായിരുന്നു ഇത്. ഈ അഭ്യാസത്തിൽ ഇന്ത്യയുടെ SU-30 MKI യുദ്ധവിമാനങ്ങൾ അമേരിക്ക, UK, സ്പെയിൻ, ഇറ്റലി എന്നിവയുടെ യുദ്ധവിമാനങ്ങളോടൊപ്പം പരിശീലനം നടത്തി. അവിടെയുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ SU-30 MKI അത്ഭുതകരമായ ആകാശ മെനുവർ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഇന്ത്യ ആദ്യമായി നാറ്റോ രാജ്യങ്ങളോടൊപ്പം ഓഷ്യൻ സ്കൈ 2025 എന്ന അഭ്യാസത്തിൽ പങ്കെടുത്തിരിക്കുന്നു. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ അഭ്യാസം സ്പെയിനിലെ കാനറ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഗാൻഡോ ബേസിലാണ് നടന്നത്. സ്പെയിന് ഇത് വളരെ പ്രധാനപ്പെട്ട സൈനിക പരിശീലനമാണ്. കാരണം സാധാരണയായി നാറ്റോ അംഗരാജ്യങ്ങൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കാറുള്ളത്. സ്പെയിൻ, അമേരിക്ക, ബ്രിട്ടൻ, ഇറ്റലി തുടങ്ങിയ ശക്തമായ രാജ്യങ്ങളാണ് ഇവിടെ സ്ഥിരം പങ്കെടുക്കുന്നത്. അതും അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ ഈ അഭ്യാസം ഒരിക്കലും ചെയ്യില്ല. ഈ വർഷം ഒക്ടോബർ 20 മുതൽ 31 വരെ നടക്കുന്ന ഈ ഒരു അഭ്യാസത്തിൽ ഇന്ത്യയെ അവർ ഔദ്യോഗികമായി ക്ഷണിക്കുകയും കുറഞ്ഞത് 2 SU-30 MKI യുദ്ധവിമാനങ്ങൾ സ്പെയിനിലേക്ക് പോയതായി ഇന്ത്യൻ വ്യോമസേനയുടെ ട്വീറ്റ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എത്ര വിമാനങ്ങൾ മുഴുവനായും പങ്കെടുത്തു എന്ന് ഇപ്പോഴും വ്യക്തമായില്ലെങ്കിലും ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, ഈ ഒരു എക്സസൈസിനെ കുറിച്ച് ഇനി സംസാരിക്കാം. ഇതെന്തുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ടതായി മാറി? ഇപ്പോൾ ഒരു അഭ്യാസം നടക്കുകയാണെങ്കിൽ അതിനൊരു കോർ ഐഡിയ ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ് അത് നടത്തുന്നത്? അതുവഴി ആ രാജ്യത്തിനുണ്ടാകുന്ന നേട്ടം എന്താണ്? അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കുള്ള ലാഭം എന്താണ്? ഇത് ഈ കോർ ഐഡിയയിലൂടെ മാത്രമേ അനലൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്പെയിൻ നടത്തുന്ന ഈ പ്രധാനപ്പെട്ട ഓഷ്യൻ സ്കൈ 2025 എന്ന ഈ ഒരു എക്സസൈസ് ഇതൊരു പ്രത്യേക ഡൊമൈനിൽ മാത്രമാണ് നടത്തുക. ഒഫൻസീവ് എയർ സുപ്പീരിയോറിറ്റി, ഡിഫെൻസീവ് എയർ ഡിനയൽ സ്ട്രാറ്റജി. ഇതിന് 2 ഘട്ടമായി പിരിച്ച് ആദ്യം ചെയ്യുന്നത് ഇവരുടെ ഈ യുദ്ധവിമാനങ്ങൾ, ഇവരുടെ സൗഹൃദ രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ, ഇത് ശത്രുക്കളുടെ എയർ സ്പേസിനുള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില പ്രവർത്തികളുണ്ട്. സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് സിസ്റ്റം, SEAD ഓപ്പറേഷൻ. അതുപോലെ ശത്രുക്കളുടെ റഡാർ പൊസിഷൻസിനെ ആക്രമിക്കുക. സിഗ്നൽ ഇന്റലിജൻസ്, ഇലക്ട്രോണിക് ഇന്റലിജൻസിലൂടെ അവരുടെ റഡാർ നെറ്റ്വർക്ക്സ് എവിടെയെല്ലാം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഹബ്സ് എവിടെയെല്ലാം ഉണ്ട്, ഇതിനെല്ലാം നശിപ്പിച്ചിട്ട് ശത്രുക്കളുടെ എയർ സ്പേസിനെ തങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ആ രാജ്യത്തിൽ ഒരാക്രമണം നടത്തുക. ഇത് ഒഫൻസീവ് കാറ്റഗറിയിൽ വരും. ഇത് അവിടെ സിമുലേറ്റ് ചെയ്ത് നോക്കും. അത് ലൈവായി വിമാനങ്ങളിലൂടെ തന്നെ ചെയ്ത് നോക്കും. ഇനി ഈ ഡിഫെൻസീവ് ഓപ്പറേഷൻ അല്ലെങ്കിൽ SEAD സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യങ്ങളുടെ വ്യോമസേന ശത്രു രാജ്യത്തിന്റെ എയർ സ്പേസിൽ നിന്നും നമ്മുടെ എയർ സ്പേസിനുള്ളിലേക്ക് കടക്കുന്ന മിസൈൽസിനെ എങ്ങനെ വെടിവെച്ച് വീഴ്ത്താം. ആ യുദ്ധവിമാനങ്ങൾ നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെ അതിനെ തടയാം. ഇങ്ങനെ ഈ 2 രീതിയിലും ഈ എക്സസൈസ് ചെയ്തു നോക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്, നാളെ ഒരു പക്ഷേ എമർജൻസിയായി എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്. ഏതെങ്കിലും ഒരു രാജ്യം ഈ കൂട്ടായ്മയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ആക്രമണം തുടങ്ങിയാൽ, ഇപ്പോൾ റഷ്യയെ തന്നെ എടുക്കാം. നാറ്റോ ആണെങ്കിൽ ഓപ്പോസിറ്റ് റഷ്യ തന്നെയല്ലേ. അപ്പോൾ റഷ്യ ഇവർക്കെതിരെയുള്ള ഒരു പ്രശ്നം തുടങ്ങി വെച്ചാൽ ഈ സംഘടനയിലുള്ള രാജ്യം ഇപ്പോൾ ചെയ്തു നോക്കുന്ന ഈ ഒരു സിമുലേഷൻ അപ്പോൾ അവിടെ പ്രാക്ടിക്കലായി കോമ്പാക്ട് എക്സ്പീരിയൻസായി യൂസ് ചെയ്യും. അപ്പോൾ ഇന്ന് ഇവർ നശിപ്പിക്കുന്ന ഈ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് നാളെ റഷ്യയുടേതായിരിക്കാം. ഇന്ന് ഇവർ ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു മിസൈൽ നാളെ റഷ്യയുടെ ടാർഗറ്റ്സിനെ നോക്കിയായിരിക്കും പറക്കുക. അപ്പോൾ ഇതൊരു ലൈവ് ടെസ്റ്റിന് എക്സാമ്പിൾ ആയിട്ടാണ് ചെയ്ത് നോക്കുക. ഇതാണ് ഓരോ രാജ്യവും മിലിറ്ററി എക്സസൈസ് നടത്തുന്നതിനും മറ്റ് രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ മറ്റ് രാജ്യങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അവരുടെ സൈന്യത്തോടൊപ്പം സൈനിക അഭ്യാസം നടത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഞാനിപ്പോൾ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ രാജ്യങ്ങൾ US, UK, ഇറ്റലി, സ്പെയിൻ ഇവരെല്ലാം നാറ്റോ അംഗങ്ങളാണ്. ഈ എക്സസൈസിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇതിനു മുൻപ് അവർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട എക്സസൈസിൽ ഒന്നും തന്നെ നോൺ നാറ്റോ മെമ്പർ രാജ്യം പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അതും ഈ പ്രത്യേക കാറ്റഗറിയിൽ. ഈ ഒരു എക്സസൈസിന് കീഴിൽ നോൺ നാറ്റോ മെമ്പർ ഇതുവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടേയില്ല. അപ്പോൾ പിന്നെ ഇന്ത്യ ഇവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തീർച്ചയായും വാലിഡായ ഒരു കാരണം ഉണ്ടാകണം.
ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സക്സസ് ആണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ച ഒരു പക്ഷെ നിങ്ങൾക്ക് ബോറടിച്ചേക്കാം. എന്നാൽ ബോറടിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കുമോ ഇല്ലയോ, ഇത് നിങ്ങൾക്ക് എങ്ങനെ കൺവേ ആകുന്നുവെന്നറിയില്ല. പക്ഷെ ഇതാണ് സത്യം. ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യ സാധാരണയായി സഹകരിക്കാത്ത ഏകദേശം 20-ലധികം രാജ്യങ്ങൾ ഇന്ത്യൻ വ്യോമസേനയെ അവരുടെ രാജ്യങ്ങളിലേക്ക് ട്രെയിനിങ് എക്സസൈസിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഇത് പ്രതിരോധ മന്ത്രി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ 20 രാജ്യങ്ങളും നിങ്ങളുടെ വ്യോമസേനയെ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വ്യോമ അഭ്യാസത്തിനായി ക്ഷണിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അത്രത്തോളം നിങ്ങളുടെ വ്യോമസേന പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും ബാറ്റിൽ ടാക്ടിക്സ്, യുദ്ധരീതികൾ പഠിക്കണം. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ പ്രകടനം പഠിക്കണം. നിങ്ങളുടെ വിമാനങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിനു വേണ്ടി തന്നെ ആ രാജ്യങ്ങളിലുള്ള എക്സസൈസിന് വേണ്ടി നമ്മളെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ പ്രകടനങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സ്പെയിനുമായി നമ്മൾ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ ഡീൽ നൽകിയിട്ടുണ്ട്, C295. ഏകദേശം 16 വീതം വിമാനങ്ങൾ ആദ്യഘട്ടത്തിൽ വരുമെന്ന് തോന്നുന്നു. ഒറ്റത്തവണയാകുമ്പോൾ മൊത്തം കരാറിൽ ഒരു 55 മുതൽ 56 വരെയും ആയിരിക്കാമെന്നുള്ള കണക്കാണുള്ളതെങ്കിലും ഔദ്യോഗികമായി പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് 50-ലധികം വിമാനങ്ങളാണ് ഉൾപ്പെടുന്നത്. കരാർ ഇതിനകം തന്നെ അന്തിമ രൂപം നേടിയിട്ടുണ്ട്. നിലവിൽ സ്പെയിൻ മാനദണ്ഡപ്രകാരം 2 Su-30 MK വിമാനങ്ങൾ അവിടെ എത്തിയിരിക്കാമെന്നുള്ള സൂചനകളാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഔദ്യോഗിക ട്വീറ്റിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. ഇനി അകത്തേക്ക് പോയി യുദ്ധവിമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകണമല്ലോ. ഏകദേശം 3 ദിവസമായി പ്രധാനപ്പെട്ട ഡ്രിൽ സംഭവിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ Su-30 MK വിമാനം 20 തവണ F-16ഉമായും 25ഓളം തവണ F-18 വിമാനങ്ങളുമായും പങ്കെടുത്തുവെന്ന് പറയപ്പെടുന്നു. ഈ 2 ടൈപ്പുകളും ചേർന്ന് ഏകദേശം 45ഓളം ഫ്ലൈറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ വിമാനം ചെയ്ത ഒരു മെനുവർ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് സ്പെയിൻ്റെ ഔദ്യോഗിക സൈറ്റിൽ നിന്നാണ് പുറത്തു വന്നത്. നമുക്ക് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിവിടെ കാണിക്കാൻ സാധിക്കില്ല. പറ്റുമെങ്കിൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ ആഡ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറ്റുമെങ്കിൽ നൽകാം. അതിന് പ്രശ്നം വരില്ല എന്ന് ചിന്തിക്കുന്നു. ഇവിടെ 2 പ്രധാനപ്പെട്ട മെനുവേഴ്സ് ആണ് അതീവ ശ്രദ്ധയാകർഷിച്ചത്. ഒരു യുദ്ധവിമാനം ഡോഗ് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ യുദ്ധവിമാനത്തിന്റെ ഒരു രക്ഷപ്പെടുന്ന കഴിവ് പ്രകടമാകുന്നത് ഈ മെനുവറിലൂടെയാണ്. അത് എത്രത്തോളം മെനുവർ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ആ വിമാനം രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുക. ഇതിൽ വളരെ ഹാർഡസ്റ്റ് മെനുവർ എന്ന ഒരു ടോപ്പ് 5 എടുത്ത് നോക്കിയാൽ ആദ്യത്തേത് കോബ്ര മെനുവർ ആണ്. പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം പെട്ടെന്ന് മുഴുവനായും അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അടുത്തുള്ളത് ഖുൽപിട്ട് അല്ലെങ്കിൽ ചക്ര എന്ന് പറയും. ഇതിൽ ഒരു യുദ്ധവിമാനം നന്നായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിമാനം പെട്ടെന്ന് ഈ റോളർ കോസ്റ്റൊക്കെ മുകളിലേക്ക് കയറി പിന്നെ താഴെ വരുമല്ലോ, അതുപോലെ ഇതും നേരെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിന്റെ 3 ഡയമെൻഷണൽ ത്രസ്റ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് കാറ്റിനെ തന്നെ തടഞ്ഞ് മുകളിലേക്ക് കയറി ഒരു യു ടേൺ അടിച്ച് വീണ്ടും അതേ പൊസിഷനിലേക്ക് വരും. ഇതാണ് ചക്ര മെനുവർ അല്ലെങ്കിൽ കുൽപിറ്റ് മെനുവർ. ഇത് സാധാരണയായി എല്ലാ യുദ്ധവിമാനങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയില്ല. ഒരു യുദ്ധവിമാനത്തിന്റെ മെനുവറബിലിറ്റി എന്നത് അതിന്റെ ഭാരം, നിർമ്മാണ രീതി, G-ഫോഴ്സ് ചിലവ്, ത്രസ്റ്റ് എന്നിവയെല്ലാം ആശ്രയിച്ചാണ് ഇവയെല്ലാം വിധേയമാകുന്നത്. ഈ മൂവ്മെന്റ് ചെയ്യാൻ കഴിയുന്ന വിമാനങ്ങൾ ലോകത്തിൽ വളരെ കുറവാണ്. Su-30 MK ആ ലിസ്റ്റിൽ പെടുന്ന ഒരു വിമാനമാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. ഞാൻ ഈ പറയുന്ന സീൻ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. Su-30 MKIയോടൊപ്പം അരികിൽ F-18 പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് Su-30 ഒരു മെനുവർ ചെയ്യുന്നു. ആ ഒരു മൊമെന്റ് അത് ഗൂസ് ബംസ് നൽകുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ വീണ്ടും ഒരു മെനുവർ നൽകി. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മെനുവർ അത് പൂർണ്ണമായും ഈ 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങി വരുന്ന അതേ കോൺസെപ്റ്റിൽ ഫോർവേഡിൽ പോകുന്ന ഒരു വിമാനം 360 ഡിഗ്രിയിൽ ഒരു സർക്കിൾ മേക്ക് ചെയ്യും. പക്ഷെ അവിടെ സമയം കൂടുതലായിരിക്കും. മുൻപ് ഞാൻ പറഞ്ഞ ചക്ര മെനുവറിൽ ഉടൻ തന്നെ അതിൻ്റെ റിയാക്ഷൻ ടൈം കുറവായിരിക്കും. മെനുവർ ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഇതിൽ അതുപോലൊരു മെനുവർ ചെയ്തിട്ട് ആ വിമാനം യാത്ര ചെയ്യുന്ന ആ ദിശ അത് പൂർണ്ണമായും മാറ്റുന്നു. ആകാശത്ത് ഏതൊരു പ്രയാസവും ഇല്ലാതെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം അത് യാത്ര ചെയ്യുന്ന അതിവേഗതയിൽ ആ സർക്കിൾ ഇട്ട് അവസാനിപ്പിച്ചിട്ട് അങ്ങനെ പതിയെ പതിയെ തിരിഞ്ഞ് പെട്ടെന്ന് ഒരു ഡീപ്പ് ഡൈവ് ചെയ്യും. ഇതാണ് ഈ ലൂപ്പ് ഡംബിൾ യോൺ. ഈ മെനുവർ ചെയ്യുന്ന ആ മൊമെന്റ് അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അത്ര മനോഹരമായിരിക്കും. ഈ ഒരു മൂവ്മെന്റ് ചെയ്യാൻ ആകാശത്തിൽ ശക്തമായ നിയന്ത്രണ ശേഷിയും വളരെ കഠിനമായ മെക്കാനിക്കൽ ശേഷിയും വേണം. അതിനാൽ സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനാകില്ല. അത് കാണുമ്പോൾ തന്നെ അത്ര മനോഹരമായി തോന്നും. അപ്പോൾ പൈലറ്റിന്റെ മികവ്, വിമാനം കൈകാര്യം ചെയ്യുന്ന രീതി, ഇതൊക്കെ ഇതിന് തെളിവാണ്. അതിന്റെ യാന്ത്രിക യോഗ്യതയും ടെക്നിക്കൽ ശേഷിയും ഒക്കെ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ സ്പെയിനിലേക്ക് പോയി നമ്മുടെ യുദ്ധവിമാനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു കാര്യം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യുദ്ധവിമാനം എത്രത്തോളം ക്യാപ്പബിൾ ആണ്,
ബാറ്റിൽ ഫീൽഡിൽ എത്രത്തോളം കൃത്യമായി ഇത് പ്രവർത്തിക്കുമെന്നുള്ളതും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വിമാനങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരിക? ഇതിന്റെ റിട്ടേൺ ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചിട്ടില്ല. സെക്യൂരിറ്റി റീസൺസ് കാരണം അത് IAF നൽകില്ല. എന്നാൽ ആദ്യത്തെ നോൺ നാറ്റോ മെമ്പറായി ഇന്ത്യ അത് പങ്കെടുത്തു. ഇതിപ്പോൾ ബിസിനസ് രീതിയിലെടുത്താലും ശരി, അത്തരം ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇത്രയേറെ യുദ്ധവിമാനങ്ങൾക്ക് മുൻപിൽ നിന്ന് നമ്മുടെ ഒരു യുദ്ധവിമാനം Su-30 MKI അവിടെ പെർഫോം ചെയ്യുന്നു. അതും ലോകത്തിലുള്ള വളരെ ടഫസ്റ്റ് മെനുവറൊക്കെ ഈ 50 വിമാനങ്ങൾക്ക് മുൻപിൽ പെർഫോം ചെയ്ത് കാണിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ചിന്തിച്ചു നോക്കുക. അതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. ഇത് ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. 2019 ബാംഗ്ലൂരിലെ എയർ ഷോയിൽ Su-57 പോലുള്ള വലിയ പ്രകടനങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള ഒരു സിനാരിയോ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇതിനോടുള്ള താല്പര്യം വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ വിജയത്തിന് ശേഷം പല രാജ്യങ്ങളുടെയും കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെ സൈനിക ശേഷി ഉയർത്തിയിട്ടുണ്ട്. ചിലർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ദോഷപരമായ ആരോപണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സിന്ധൂരിൽ നമുക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു എന്നൊക്കെ. പക്ഷെ നിലവിലെ കൺക്ലൂസീവ് എവിഡൻസ് അതിനൊന്നും പോഷിപ്പിക്കുന്നതല്ല. ഒരു S-400 നശിപ്പിച്ചു എന്ന് പാകിസ്ഥാൻ പറഞ്ഞു, തെളിവൊന്നും നൽകാൻ കഴിഞ്ഞില്ല. ഇത്രയും റഫേൽ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്നും പറഞ്ഞു, എന്നാൽ അതിനും തെളിവില്ല. ഇവിടെ കൺക്ലൂസീവ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാൻ സാധിക്കും? എന്നാൽ ഇന്ത്യൻ സൈഡിൽ നിന്ന് നടത്തിയ അറ്റാക്ക് നിങ്ങളുടെ ബേസിലുള്ള സാറ്റലൈറ്റ് ഇമേജിൽ തന്നെ അതിന് തെളിവുകളാണ്. അപ്പോൾ വീണ്ടും ഓർക്കേണ്ടത്, ഇത്രയേറെ രാജ്യങ്ങൾ 20 രാജ്യങ്ങൾ അവരുടെ സൈനിക അഭ്യാസത്തിന് വേണ്ടി നമ്മളെയും ക്ഷണിച്ചു എന്നുണ്ടെങ്കിൽ അതിന് കാരണം ഓപ്പറേഷൻ സിന്ധൂർ വിജയം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.